റഹീമിന്റെ ഒരു വാക്ക് മെന്റൽ റോമ എന്ന് അദ്ദേഹം പറയാണ്. അവളുടെ മെന്റൽ റോമ അങ്ങനെ പറയുന്നത്, ഒരു മേയർ എന്നൊന്നും പറയുന്നത്, അവളുടെ മെന്റൽ റോമ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നെ ആദ്യമായിട്ട് വിളിച്ചു. അങ്ങനെ ആദ്യമായിട്ട് വിളിക്കാൻ റഹീം എന്താണ് RT ഓഫീസറോ? റഹീമിനല്ലോ വിളിക്കേണ്ടത്. ഒരു MLA യും മേയറും എന്ന രീതിയിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടായി. ഇനി ഞാൻ പറട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തെന്ന് തന്നെ വെക്കുക, സ്വാഭാവികമായിട്ട് ചെയ്തെന്ന് വെക്കുക. എന്താ ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരും അധികാരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുള്ള ആളാണ്. തിരുവനന്തപുരം നഗരത്തിൽ RT ഓഫീസർ ഈ MLA വിളിച്ച നിമിഷ നേരം കൊണ്ട് വരില്ലേ? മേയർ ആര്യ രാജേന്ദ്രൻ വിളിച്ചു കഴിഞ്ഞാൽ വരില്ലേ? അതിന് പകരം ഇവർ തന്നെ ഭരണവും അധികാരത്തിന്റെ ഗർവിനകത്ത് ഇവർ തന്നെ നീതിയും ന്യായവും നടപ്പിലാക്കാൻ വന്നുകൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഏതൊക്കെ രീതിയിലാണ് ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? ഇത് തികച്ചും അനീതിയാണ്. കാരണം ഒരു പൊതുസമൂഹത്തിന്റെ ഒരു മേയർ എന്ന രീതിയിലുള്ള MLA എന്ന രീതിയിൽ ഭരണകർത്താക്കളായിട്ടുള്ള ആളുകളൊക്കെ ബാധിക്കേണ്ട സാമാന്യ മര്യാദയുടെ ലംഘനം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മേൽ കുതിര കയറിക്കൊണ്ടാണ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ആ പൊതുബോധ്യത്തെ മാറ്റാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ടുവരിക, പല കഥകൾ കൊണ്ടുവരിക, നമ്മുടെ സിനിമ നടി ആക്രമിച്ച കഥകൾ പറയുക, അങ്ങനെ പല കഥകൾ കൊണ്ടുവന്നിട്ട് ഈ ആര്യ രാജേന്ദ്രൻ മേയർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആംഗ്യം, ആ മുദ്ര ചെറുപ്പക്കാരൻ ഒരു തരത്തിലും കാണിച്ചിട്ടില്ല. ചെറുപ്പക്കാരൻ പറയുന്നത് അതിന്റെ പുറത്ത് വലിയൊരു അതിക്രമമാണ് ചെറുപ്പക്കാരൻ ചെയ്തെന്ന് പറഞ്ഞു വരുത്താനുള്ള ശ്രമം നടത്തുക, എന്നിട്ടൊരു സ്ത്രീ വിഷയമായിട്ട് ഇതിനെ കാണുക. അങ്ങനെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് കുതന്ത്രങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിയിട്ടും ഈ ഓരോരോ ഈ നുണക്കഥകളും പൊള്ളത്തരങ്ങളും പൊളിഞ്ഞു വിടുന്ന കാണുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇതൊക്കെ കാണുന്നത്. സത്യത്തിൽ ഈ ഒരു മേയർ എന്ന രീതിയിൽ ഇവർ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, ഈ ഏറ്റവും ചെറു പ്രായത്തിൽ തന്നെ മേയറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മേയറാണെന്നുള്ള ഒരു കാര്യം പറയുന്നു. സത്യത്തിൽ ഈ മേയർ എന്ന രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ നാണക്കേടായിട്ടുള്ള പേരായിട്ട് മാറിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. നേരത്തെ തന്നെ ജയരാജ് പറഞ്ഞല്ലോ, അവർ വന്ന അന്ന് മുതൽ നിരന്തരമായിട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവരുടെ പോക്ക്. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിക്കോട്ടെ, അവര് ഒരു കുഞ്ഞുമായിട്ട് നമ്മുടെ ഓഫീസിനകത്തേക്ക് വന്നിട്ട് നടത്തിയിട്ടുള്ള ഷോ ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ പൊതു മനസാക്ഷിയെ തന്നെ സത്യത്തിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന രീതിയിലാണ് സത്യത്തിൽ ആര്യ രാജേന്ദ്രൻ മനസ്സിൽ ഇടം പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള അവരുടെ പ്രവർത്തികൾ. ഇപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത ആളാണെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് നേരിടാമല്ലോ. നിയമത്തിന്റെ എല്ലാ സാധ്യതകളും അനുഭവിക്കുന്ന ആളുകളാണ്, നിയമത്തിന്റെ എല്ലാ പരിഗണനയും കിട്ടുന്ന ആളുകളാണ്. ഇപ്പൊ കേവലം ഒരു KSRTCയുടെ ഒരു ഡ്രൈവർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അദ്ദേഹത്തെ സ്ത്രീവിരുദ്ധനും മദ്യപാനിയും അതോടൊപ്പം തന്നെ ഏറ്റവും മോശക്കാരനായിട്ടുള്ള ക്രിമിനലുമാക്കാനുള്ള ഒരു ശ്രമത്തെയാണ് കേരളത്തിലെ പൊതുസമൂഹം ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ആ നിരപരാധിയായിട്ടുള്ള ചെറുപ്പക്കാരന്റെ കൂടെ നിൽക്കേണ്ടത് കേരളത്തിലെ പൊതു മനസാക്ഷിയുടെ ഒരു പ്രശ്നമാണ്. നാളെ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഈ വേട്ടമൃഗങ്ങളുടെ കൈകളിൽ പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക്, കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ആളുകൾ. കാരണം ഇവർ നിശ്ചയിക്കുന്ന നീതി, ഇവർ നിശ്ചയിക്കുന്ന ന്യായം, ഇവർ ചെയ്യുന്ന ഏത് തരത്തിലുള്ള മോശമായ പ്രവർത്തികളെയും ന്യായീകരിക്കാൻ ജയരാജിനെ പോലെയുള്ള ആളുകൾ വരും. എന്നിട്ട് കഥകളും ഉപകഥകളും മെനഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതുപരിപ്രേക്ഷ്യത്തിൽ ഇവർ അലമുറയിട്ടിട്ട് ഇങ്ങനെ പ്രതിരോധ തന്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ തന്ത്രങ്ങളൊന്നും ഈ കേരളത്തിൽ ഇനി വേവില്ല എന്ന് കൂടി മനസ്സിലാക്കണം. പഴയ കാലഘട്ടം ഒന്നുമല്ല. കാരണം കേരളത്തിൽ MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, മേയർ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേരളത്തിലെ പൊതുജന മനസാക്ഷി ഇവർക്കെതിരായി മാറും. അതിന് ഒന്നൊന്നായിട്ട് മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളിൽ പൊതുവെ എങ്ങനെയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആദ്യഘട്ടത്തിൽ ആക്രമിച്ചു കഴിഞ്ഞ പിന്നെ രണ്ടാം ഘട്ടത്തിൽ അതിൽ പ്രതിരോധ തന്ത്രം ഈ ചില മാധ്യമ പ്രവർത്തകർ ചെയ്യാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരടക്കം കൃത്യമായിട്ടുള്ള സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നിന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ ഇന്ന് വിമർശിക്കുന്നത് തന്നെയാണ് കണ്ടത്. അതായത് മാധ്യമ പ്രവർത്തകർ ഈ വാർത്ത നൽകിയ ആംഗിൾ ശരിയായില്ല എന്നായിരുന്നു റഹീമിന്റെ പ്രധാന വിമർശനം എന്ന് പറയുന്നത്. പിന്നെ മാധ്യമങ്ങൾ ഏതു രീതിയിൽ വാർത്ത നൽകണമെന്ന് പാർട്ടി കേന്ദ്രങ്ങളാണോ തീരുമാനിക്കുന്നത്? അത് മാധ്യമ സ്വാതന്ത്ര്യം തന്നെയല്ലേ? അതുമാത്രമല്ല, ഇന്ന് ഒരു പ്രമുഖ സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ടായിരുന്നു, യുവജന സംഘടനാ നേതാക്കൾ വളർന്നു വരുന്നതിലുള്ള നീരസമാണെന്ന്. ഇത്തരത്തിൽ യുവജന സംഘടനാ നേതാക്കൾ പൊതുനിരത്തിൽ ഗുണ്ടായിസം കാണിക്കുമ്പോഴുള്ള നീരസമാണോ പൊതുസമൂഹം ഇത്രയധികം വിമർശന സ്വരം മേയർക്കെതിരെ ഉന്നയിച്ചത് എന്നുള്ളത് സ്വയം വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതാണ്.